ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ബി.ജെ.പിക്ക് ഇന്നും ബാലികേറ മലയായി തുടരുന്ന ചിലയിടങ്ങളുണ്ട്. കാവ്യ രാഷ്ട്രീയത്തിന്റെ കടന്നാക്രമണങ്ങളെ ഓരോ തവണയും അതിശക്തമായി പ്രതിരോധിച്ചു നിൽക്കുന്ന പശ്ചിമബംഗാളും തമിഴ്നാടും കേരളവും. ഇവിടങ്ങളിൽ രാഷ്ട്രീയമായി നേരിട്ട് വിജയിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തന്നെ സ്വന്തം ചൊൽപ്പടിയിൽ നിർത്തി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ചലിക്കുന്ന കളിപ്പാവകളാക്കി ഈ സംവിധാനങ്ങളെ മോദിയും അമിത്ഷായും ചേർന്ന് മാറ്റിയെടുത്തു. ജനാധിപത്യത്തിന്റെ കാവലാളാകേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ രാഷ്ട്രപതി ഭവൻ വരെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി തുടങ്ങിയിട്ടുണ്ട്. പശ്ചിമബംഗാൾ സാക്ഷ്യം വഹിച്ച സംഭവങ്ങൾ ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രപതി ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായ രാഷ്ട്രീയ പോരിൽ ഏർപ്പെടുന്നത് പശ്ചിമബംഗാളിൽ രാജ്യം കണ്ടു. മമതാ ബാനർജി പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്നും തന്നെ സ്വീകരിക്കാൻ വന്നില്ലെന്നും ആരോപിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു അവിടുത്തെ സാന്താൾ വിഭാഗക്കാരുടെ അവസ്ഥ മോശമാണെന്ന് കൂടി കുറ്റപ്പെടുത്തി. എന്നാൽ ഈ ആരോപണങ്ങളെ മമത രാഷ്ട്രീയമായി തന്നെയാണ് നേരിട്ടത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ബി.ജെ.പിയുടെ രാഷ്ട്രീയ തിരക്കഥയാണ് രാഷ്ട്രപതി വായിക്കുന്നതെന്ന് അവർ കുറ്റപ്പെടുത്തി. രാഷ്ട്രപതിയുടെ ശുചിമുറിയിൽ വെള്ളമില്ലായിരുന്നു എന്നതുൾപ്പെടെയുള്ള നിസാര കാര്യങ്ങൾ പോലും ആഭ്യന്തര മന്ത്രാലയം വലിയ ചർച്ചയാക്കി മാറ്റിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വിഷയത്തെ തെരുവിലെ വൈകാരികമായ പ്രചാരണ ആയുധമാക്കി മാറ്റി. ആദിവാസി സ്ത്രീയെ മമത അപമാനിച്ചു എന്ന നറേറ്റീവ് സൃഷ്ടിക്കാനാണ് ഇതിലൂടെ ബി.ജെ.പി ശ്രമിച്ചത്. ഇവിടെ അവസാനിക്കുന്നില്ല ഭരണഘടനാ സ്ഥാപനങ്ങളുടെ രാഷ്ട്രീയവൽക്കരണം. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനുമെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയവും ഇംപീച്ച്മെന്റ് നോട്ടീസും കൊണ്ടുവരുന്നത് മറ്റൊരു ഗതികേട് കൊണ്ടാണ്. പാർലമെന്റിൽ സുപ്രധാന വിഷയങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് അവസരം നിഷേധിക്കപ്പെടുന്നു എന്ന ഗുരുതര ആരോപണത്തിന്റെ പുറത്താണ് അത്തരമൊരു നടപടിയിലേക്ക് വരെ പ്രതിപക്ഷത്തിന് പോകേണ്ടി വന്നത്. കൂടാതെ പാർലമെന്റിൽ ബി.ജെ.പിയെയും അവരുടെ പ്രീണന ഗ്രൂപ്പുകളെയും കുറിച്ച് ഒരു പരാമർശം പോലും നടത്താനാവില്ല. ഉദാഹരണത്തിന് അദാനിക്കെതിരായ അന്വേഷണമോ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുകളെ അവിടെ ചർച്ചയാക്കാൻ പാടില്ല എന്ന അലിഖിത നിയമം വരെയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പ്രതിപക്ഷ നേതാവിന്റെ മൈക്രോഫോൺ പോലും ഏകപക്ഷീയമായി ഓഫ് ചെയ്യപ്പെടും. നെഹ്റുവിനെ പോലുള്ള പ്രധാനമന്ത്രിമാർ പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗം കേൾക്കാൻ സഭയിൽ ഇരുന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 17ഉം 18ഉം ലോക്സഭകളിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കറെ പോലും നിയമിക്കാൻ തയ്യാറാകാത്ത വിധം ഏകാധിപത്യപരമായ നീക്കങ്ങളാണ് നടക്കുന്നത്. ബി.ജെ.പി രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിന്റെ മറ്റൊരു പ്രതിഫലനമാണ് ജ്ഞാനേഷ് കുമാറിനെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിച്ച രീതി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമ പാനലിൽ നിന്ന് ഒഴിവാക്കി 2023 പുതിയ നിയമം കൊണ്ടുവന്നത് തന്നെ കമ്മീഷനെ സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കാനായിരുന്നു. അമിത്ഷായുടെ വിശ്വസ്തനായ ജ്ഞാനേഷ് കുമാർ ചുമതലയേറ്റ ശേഷം കൈക്കൊണ്ട തീരുമാനങ്ങൾ പരിശോധിച്ചാൽ ഇതിന്റെ ആഴം വ്യക്തമാകും. ബംഗാളിലെ 294 മണ്ഡലങ്ങളിലും ഓരോ ഒബ്സർവർമാരെ നിയമിച്ച കമ്മീഷൻ കാവ്യവൽക്കരണത്തെ പ്രതിരോധിക്കുന്ന കേരളം, തമിഴ്നാട്, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അതിന്റെ പകുതി പോലും ആളുകളെ നിയമിച്ചിട്ടില്ല. കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ബംഗാളിലെ 50ഓളം ഉന്നത ഉദ്യോഗസ്ഥരെ മാറ്റിയത് ഒരു രാഷ്ട്രീയ ഓപ്പറേഷന്റെ ഭാഗമാണെന്ന് വ്യക്തം. ഇങ്ങനെ ബി.ജെ.പിക്ക് അനുകൂലമായ നടപടികൾ കൈക്കൊള്ളുന്ന കമ്മീഷന്റെ ചായ്വിനെ മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാർ പോലും ഭീതിയോടെയാണ് കാണുന്നത്. ബി.ജെ.പിയുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ സർക്കാർ കൊണ്ടുവന്ന SAR ലക്ഷ്യം വെക്കുന്നത് പ്രതിപക്ഷ വോട്ടുകളുടെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളുടെ കൂട്ടായ നീക്കം ചെയ്യലാണെന്ന് പകൽ പോലെ വ്യക്തമായതാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പോലും വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് ബി.ജെ.പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാരണാസിയിലെയും അയോധ്യയിലെയും സാധുക്കൾക്ക് തിരിച്ചറിയൽ രേഖകളിൽ അമ്മയുടെ പേരിന്റെ സ്ഥാനത്ത് ജാനകി എന്ന് നൽകാൻ വിശ്വ ഹിന്ദു പരിഷത്ത് നിർദ്ദേശം നൽകിയ വാർത്തകൾ വരെ വന്നിരുന്നു. ഈ അധികാര ദുർവിനിയോഗങ്ങൾക്കിടയിലും നീതിന്യായ വ്യവസ്ഥയിൽ നിന്നുള്ള ചില തിരിച്ചടികൾ മോദി സർക്കാരിന് ലഭിക്കുന്നുണ്ട്. കേജ്രിവാളിനെതിരെയുള്ള മദ്യനയ കേസ് ഡൽഹിയിലെ കോടതിയിൽ തകർന്നു വീണത് സർക്കാരിന്റെ രാഷ്ട്രീയ വൈരാഗ്യ ബുദ്ധിക്ക് ലഭിച്ച തിരിച്ചടിയാണ്. അതുപോലെ ഡൽഹി കലാപ കേസുകളിൽ പോലീസ് വ്യാജ സാക്ഷികളെയും കൃത്രിമ തെളിവുകളും നിർമ്മിച്ചുവെന്ന് കോടതികൾ രൂക്ഷമായി വിമർശിച്ചിരുന്നു. തെളിവില്ല, ഗൂഢാലോചനയില്ല എന്ന് നിരീക്ഷിച്ച കോടതികൾ പോലീസിനെ പ്രതിക്കൂട്ടിലാക്കി. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ കാലത്തെ സർക്കാർ അനുകൂല നിലപാടും ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. ജുഡീഷ്യറി പോലും അധികാരത്തിന് മുന്നിൽ പതറിപ്പോയതിന്റെ സൂചനകളായി ഇവയെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഫെഡറൽ സംവിധാനത്തെ തകർക്കാനും ഭരണഘടനാ സ്ഥാപനങ്ങളെ രാഷ്ട്രീയ ആയുധങ്ങളാക്കാനും മോദി ഷാ സഖ്യം നടത്തുന്ന നീക്കങ്ങൾ രാജ്യത്തെ സ്വേച്ഛാധിപത്യത്തിലേക്കാണ് നയിക്കുന്നത്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അട്ടിമറികൾ നടത്തി ക്യാൻസർ കോശങ്ങൾ പോലെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ബി.ജെ.പി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്.